ഹലോ, വെൽക്കം ടു ഓൺലൈൻ ക്ലാസ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പുതിയൊരു ചാപ്റ്ററാണ്. ചാപ്റ്റർ ഇക്വിലിബ്രിയം, ചാപ്റ്റർ നമ്പർ 7 ഓഫ് യുവർ 11th. ഓക്കെ, അഥവാ നിങ്ങൾ 11th NCERT-യിലെ 7th ചാപ്റ്റർ ഇക്വിലിബ്രിയം. മേ ബി സ്റ്റേറ്റ് സിലബസ് പഠിച്ച ആളുകളൊക്കെ ഇക്വിലിബ്രിയത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കാം. അഥവാ സന്തുലിതാവസ്ഥ എന്ന് ഇക്വിലിബ്രിയത്തിനെ പറയാറുണ്ട് അല്ലേ. സന്തുലിതാവസ്ഥ അതായത് ഈക്വൽ എന്നുള്ള ഒരു ടേം ആണ്. അപ്പൊ എന്തൊക്കെയോ ഒരു ഇക്വാലിറ്റി ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന അവസ്ഥ എന്നുള്ളത് ആദ്യം പറയാം. അതൊരു റിയാക്ഷന്റെ, ഒരു റിവേഴ്സിബിൾ റിയാക്ഷന്റെ, അതിലേക്ക് ഞാൻ കടക്കാം കേട്ടോ. റിവേഴ്സിബിൾ റിയാക്ഷൻ അതിലേക്ക് ഞാൻ കടക്കാം. ഒരു റിയാക്ഷന്റെ ഒരു സ്റ്റേറ്റ് ആണ്, ഒരു റിയാക്ഷന്റെ ഒരു പ്രത്യേക അവസ്ഥയാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഒരു റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അനുഭവപ്പെടാവുന്ന ഒരു അവസ്ഥ, അതിനെ പറയുന്ന പേരാണെന്ത്? ഇക്വിലിബ്രിയം. ആ അവസ്ഥയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ, മെഷറബിൾ മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് മൈക്രോസ്കോപ്പിക്കും മാക്രോസ്കോപ്പിക്കും ഉണ്ട് അല്ലേ. മൈക്രോസ്കോപ്പിക് ലെവലിൽ നടക്കുന്ന പ്രോപ്പർട്ടിയും നമുക്ക് നല്ലവണ്ണം മനസ്സിലാക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടി അല്ലേ. ഒരു റിയാക്ഷൻ നോക്കുമ്പോൾ എനിക്ക് നല്ലവണ്ണം മനസ്സിലാക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടി. എനിക്കത് സൂക്ഷ്മമായി മാത്രം പരിശോധിച്ചാൽ കിട്ടുന്ന പ്രോപ്പർട്ടിയെ നമ്മൾ വിളിക്കുന്ന പേര് മൈക്രോസ്കോപ്പിക് പ്രോപ്പർട്ടി. അപ്പോൾ ഒരു റിയാക്ഷന്റെ ഏതോ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ അതിന് മെഷർ ചെയ്യാൻ പറ്റുന്ന മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടികളിൽ മാറ്റം വരുന്നില്ലെങ്കിൽ, മെഷർ ചെയ്യാൻ പറ്റുന്ന മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടി ഏതൊക്കെയാണ്? ആ പ്രോപ്പർട്ടീസ് ഒരു റിയാക്ഷന്റെ, അതിന്റെ റിയാക്ടന്റിന്റെയും പ്രൊഡക്റ്റിന്റെയും കോൺസെൻട്രേഷൻ. വാട്ട് ഈസ് കോൺസെൻട്രേഷൻ? അതിന്റെ റിയാക്ടന്റിന്റെയും പ്രൊഡക്റ്റിന്റെയും കോൺസെൻട്രേഷൻ. അതുപോലെ തന്നെ ആ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ടെമ്പറേച്ചർ, ആ റിയാക്ഷൻ അല്ലെങ്കിൽ ആ റിയാക്ഷൻ സിസ്റ്റത്തിന്റെ പ്രഷർ, ആ റിയാക്ഷൻ വല്ല കളർ ഉണ്ടെങ്കിൽ ആ കളറിന്റെ തീവ്രത, ഇന്റൻസിറ്റി ഓഫ് കളർ, അതിന്റെ ഡെൻസിറ്റി, ഇതുപോലുള്ള മാക്രോസ്കോപ്പിക് മെഷറബിൾ പ്രോപ്പർട്ടീസ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ, പ്രഷർ, ഡെൻസിറ്റി, ഇന്റൻസിറ്റി ഓഫ് കളർ എന്നൊക്കെ പറയപ്പെടുന്ന മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള മെഷറബിൾ പ്രോപ്പർട്ടീസിന് ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല. കുറെ സമയം ഒരു ചേഞ്ചും സംഭവിക്കുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ ഒരു റിയാക്ഷൻ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഇക്വിലിബ്രിയം. അതിന്റെ അർത്ഥം റിയാക്ഷൻ സ്റ്റോപ്പായി എന്നല്ല, റിയാക്ഷൻ അടിപൊളിയായി നടക്കുന്നുണ്ട്. പക്ഷേ ഈ പറയപ്പെടുന്ന പ്രോപ്പർട്ടീസ് ഒന്നും ചേഞ്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഈ മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് ഒന്നും ചേഞ്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല എങ്കിൽ നമ്മൾ ആ അവസ്ഥയെ പറയുന്ന പേരാണ് ഇക്വിലിബ്രിയം. ഓക്കെ, സോ ഞാൻ ഡിഫൈൻ ചെയ്യാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. Equilibrium is the state at which a measurable macroscopic properties. എങ്ങനെയാ? It is the state at which measurable macroscopic properties, മെഷർ ചെയ്യാൻ പറ്റുന്ന മൈക്രോസ്കോപ്പിക് ലെവലിലല്ലാത്ത മാക്രോസ്കോപ്പിക് ലെവലിലുള്ള മെഷറബിൾ മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് ലൈക്ക്. ഏതൊക്കെയാണ് ആ പ്രോപ്പർട്ടീസ്? ഞാൻ പറഞ്ഞിരുന്നു, പറയൂ. മെഷറബിൾ മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് ലൈക്ക് കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ, പ്രഷർ, ഡെൻസിറ്റി, അങ്ങനെ എഴുതാണ് കുറെ ഉണ്ടാവും, അതൊക്കെ മതി. ഡെൻസിറ്റി എക്സെട്ര remain unchanged with time. ടൈമിനനുസൃതമായിട്ട് ടൈം ഇങ്ങനെ നീങ്ങുന്നുണ്ടെങ്കിൽ പോലും ഈ പറയപ്പെടുന്ന പ്രോപ്പർട്ടീസ് ഒന്നും ചേഞ്ച് ചെയ്യാത്ത ഒരു സിറ്റുവേഷൻ, ആ സിറ്റുവേഷനെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ആ സ്റ്റേറ്റിനെ പറയുന്ന പേരാണ് ഇക്വിലിബ്രിയം. ഓക്കെ, ready? So it is a state at which measurable macroscopic properties like concentration, temperature, pressure, density, etc. remains unchanged with time. Okay, മക്കളെ, നമുക്ക് ഈ ചാപ്റ്ററിൽ ഇക്വിലിബ്രിയം 3 കാറ്റഗറി ആയിട്ട് പഠിക്കാനുണ്ട്. 3 കാറ്റഗറി ആയിട്ട് ഇക്വിലിബ്രിയത്തെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, 3 കാറ്റഗറി ആയിട്ട് നമ്മൾ ഒരു ഇക്വിലിബ്രിയത്തിനെ പഠിക്കുന്നുണ്ട്. അതിലെ ഫസ്റ്റ് കാറ്റഗറി ഫിസിക്കൽ ഇക്വിലിബ്രിയം ആണ്. ഫിസിക്കൽ ഇക്വിലിബ്രിയം. ഞാൻ ഇക്വിലിബ്രിയത്തിനെ ഇക്യൂബിയം എന്നിടും, പ്രശ്നമൊന്നുമില്ലല്ലോ. അടുത്ത കാറ്റഗറി
കെമിക്കൽ ഇക്വിലിബ്രിയം ആണ്. ഓക്കെ, അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ന്യൂമറിക്കൽ സെക്ഷൻസ് ഉള്ള ഫിസിക്കൽ കെമിസ്ട്രിയിൽ ഉൾപ്പെടുന്ന ഒരു ചാപ്റ്ററാണ് ഇക്വിലിബ്രിയം. അടുത്ത കാറ്റഗറി അയോണിക് ഇക്വിലിബ്രിയം ആണ്. അയോണിക് ഇക്വിലിബ്രിയം. അങ്ങനെ 3 എണ്ണം പഠിക്കാനുണ്ട്. വളരെ പെട്ടെന്ന് ഒരു കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഫിസിക്കൽ ഇക്വിലിബ്രിയം തീർക്കാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കെമിക്കൽ ഇക്വിലിബ്രിയത്തിനെയും അയോണിക് ഇക്വിലിബ്രിയത്തിനെയും പഠിക്കാനുണ്ട്. ഓക്കെ, അതിനു മുമ്പ് ഞാൻ ആദ്യം റിയാക്ഷനെ 2 രീതിയിൽ പരിചയപ്പെടുത്തുക. റിയാക്ഷൻ 2 കാറ്റഗറി ഉണ്ട് മക്കളെ. ഒന്ന് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ. ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ ടുവേർഡ്സ് വൺ ഡയറക്ഷൻ. ഒരു ഡയറക്ഷനിലേക്ക് മാത്രം നടക്കുന്ന റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണെന്തോ ഇറിവേഴ്സിബിൾ റിയാക്ഷൻ. ഓക്കെ, ഇറിവേഴ്സിബിൾ റിയാക്ഷൻ അഥവാ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ only reactant, you know what is reactant and product. Okay, അഭികാരകം reactant turn to product. റിയാക്ടന്റ് പ്രൊഡക്റ്റിലേക്ക് ടേൺ ചെയ്യുന്ന മാത്രമേ ഇവിടെ ഉള്ളൂ. യൂണി ഡയറക്ഷനിലാണ്. ഫോർ എക്സാമ്പിൾ എ ഗിവ്സ് ബി. ഓക്കെ, എ ഗിവ്സ് ബി. റെഡി? ഇറിവേഴ്സിബിൾ റിയാക്ഷൻ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്തിട്ടുള്ളത്. ഇത്രയും കാലഘട്ടത്തിന്റെ ഇടയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്തിട്ടുള്ള ഇറിവേഴ്സിബിൾ റിയാക്ഷൻ തന്നെയാണ്. ഓക്കെ, ഈ റിയാക്ഷൻ എന്ന് പറയുന്ന ആള് പ്രൊഡക്റ്റ് ആയി മാറുന്നു. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എ ഗീവ്സ് ബി എന്ന് പറയാം, ദാറ്റ് ഈസ് അപ് ടു യു. അല്ലെങ്കിൽ റിയാക്ടൻ ആർ ഗീവ്സ് പ്രൊഡക്റ്റ് പി, അങ്ങനെയും പറയാം, എങ്ങനെ വേണമെങ്കിലും പറയാം കേട്ടോ. ഇറിവേഴ്സിബിൾ റിയാക്ഷന്റെ ആരോ ആണിത്. ഇനിയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആള്. ആര്? റിവേഴ്സിബിൾ റിയാക്ഷൻ. റിയാക്ഷന് REX എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട്. ഓക്കെ, അതൊക്കെ യൂഷ്വലി എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾ കുറച്ച് ആളുകളും കൂടെ ഒക്കെ ചിലപ്പോൾ അറിയാൻ ബാക്കി ഉണ്ടാവുള്ളൂ. കീപ്പ് ചെയ്യാം. ഓക്കെ, എന്താണ് റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ occur in both direction. Occur in both direction. അതായത് both reactant and product turn to each other. റിയാക്ടനും പ്രൊഡക്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ടേൺ ചെയ്തുകൊണ്ടിരിക്കും. റെഡി? ഓക്കെ, അതാണ് റിവേഴ്സിബിൾ റിയാക്ഷൻ. For example, our reactant R which gives the product P. Okay, so ഇങ്ങനെയാണ് അതിനെ റെപ്രസെന്റ് ചെയ്യാം. ഞാനിവിടെ കാണിക്കാം കേട്ടോ. റിയാക്ടന്റ് R, പ്രൊഡക്റ്റ് P ആയിട്ട് മാറാം. ഓക്കെ, അപ്പോൾ ഇതൊരു ഹാഫ് ഹെഡഡ് ആരോ ഉപയോഗിച്ചിട്ടാണ് കാണിക്കാം. ഈ മുന്നോട്ട് പോകുന്ന റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആയി മാറുന്ന ആ റിയാക്ഷനെ പറയുന്ന പേരാണ് ഫോർവേഡ് റിയാക്ഷൻ. എന്താ പറയാ? ഫോർവേഡ് റിയാക്ഷൻ. തിരിച്ച് പ്രൊഡക്റ്റിന് ഇങ്ങോട്ട് വരാം, ഇവിടുന്ന് അങ്ങോട്ട്. റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആവാൻ മാത്രമല്ല, പ്രൊഡക്റ്റ് എന്ന് വിളിക്കപ്പെടുന്ന ആൾ തിരിച്ച് റിയാക്ടന്റ് ആവുകയും ചെയ്യും. ആ റിയാക്ഷൻ നമ്മൾ പറയുന്ന പേരാണ് ബാക്ക്വേർഡ് റിയാക്ഷൻ. എന്താ പറയാ? ബാക്ക്വേർഡ് റിയാക്ഷൻ. So reaction in which both the reactant turns to product and product turns to reactant is said to be a reversible reaction. Okay, എങ്ങനെ വേണമെങ്കിലും ഡിഫൈൻ ചെയ്യാം. നിങ്ങളോട് റിവേഴ്സിബിൾ റിയാക്ഷൻ എന്താ, ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്താണെന്നൊന്നും എവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നില്ല. ഇക്വിലിബ്രിയം എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചോളണം എന്നില്ല. പക്ഷെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് വിവരം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഈ കാര്യങ്ങളുമായിട്ട് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. സോ ഇത്രയും വിവരം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. റിവേഴ്സിബിൾ റിയാക്ഷനും ഇറിവേഴ്സിബിൾ റിയാക്ഷനും ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു അവസ്ഥയുടെ പ്രത്യേകതയും. ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യുന്നില്ല എന്നുള്ളതും കൂടെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, 2 ടൈപ്പ് റിയാക്ഷൻ മനസ്സിലാക്കി വെക്കുക. ഈ 2 ഭാഗത്തേക്കും വരുന്ന ഹെഡഡ് ആരോ എന്തിനെ സൂചിപ്പിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ദിസ് റെപ്രസെന്റ്സ് എ റിവേഴ്സിബിൾ റിയാക്ഷൻ ആൻഡ് ദാറ്റ് റെപ്രസെന്റ്സ് എ ഇറിവേഴ്സിബിൾ റിയാക്ഷൻ. സോ നമുക്ക് 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഏത് ഫിസിക്കൽ, ദെൻ കെമിക്കൽ, ദെൻ അയോണിക്. സോ ആ ഒരു ട്രെൻഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ മൂവിങ് ടു ദ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഇക്വിലിബ്രിയം, ഫിസിക്കൽ ഇക്വിലിബ്രിയം.
നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഫസ്റ്റ് കാറ്റഗറി ദാറ്റ് ഈസ് ഫിസിക്കൽ ഇക്വിലിബ്രിയം. ഫിസിക്കൽ ഇക്വിലിബ്രിയം. ഓക്കെ, ഫിസിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഇക്വിലിബ്രിയം, അതിനെ പറയുന്ന പേരാണ് ഫിസിക്കൽ ഇക്വിലിബ്രിയം. ഭൗതിക അവസ്ഥകൾ തമ്മിലുള്ള സോളിഡും ലിക്വിഡും തമ്മിലൊരു ഇക്വിലിബ്രിയം, ലിക്വിഡും ഗ്യാസും തമ്മിലൊരു ഇക്വിലിബ്രിയം, ലൈക്ക് ദാറ്റ്. ഓക്കെ, അങ്ങനെ ഫിസിക്കൽ സ്റ്റേറ്റുകൾ തമ്മിലുള്ള ആ ഒരു ഇക്വിലിബ്രിയം, അതിനെ പറയുന്ന പേരാണ് ഫിസിക്കൽ ഇക്വിലിബ്രിയം. ഓക്കെ, റെഡി? സോ ഫിസിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യാത്ത ആ ഒരു സ്റ്റേറ്റ് അല്ലെ, അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യാത്ത ആ ഒരു സ്റ്റേറ്റ്. ഇറ്റ് ഈസ് ദ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ഫിസിക്കൽ സ്റ്റേറ്റ്, ഫിസിക്കൽ സ്റ്റേറ്റ്സ്, ഫിസിക്കൽ ആയിട്ടുള്ള സ്റ്റേറ്റ്സ് തമ്മിലുള്ള ഇക്വിലിബ്രിയം. വളരെ എളുപ്പമുള്ള, റിലേറ്റീവ്ലി അയണിക്കും കെമിക്കലും നോക്കുമ്പോൾ വളരെ എളുപ്പമുള്ള ഒരു ഭാഗമാണ് ഫിസിക്കൽ ഇക്വിലിബ്രിയം. ഓക്കെ, അതില് ഫസ്റ്റ് വൺ നമുക്ക് പറയാനുള്ളത് സോളിഡ് ടു ലിക്വിഡ് പറയാം അല്ലെ. സോളിഡ് ലിക്വിഡ്, സോളിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയം. ഓക്കെ, ഒരു സോളിഡ് ലിക്വിഡ് ആവുന്ന ആ ടെമ്പറേച്ചർ ഏതാ മക്കളെ? ഒരു സോളിഡ് ലിക്വിഡ് ആവുന്ന ടെമ്പറേച്ചർ. ദിസ് എ സോളിഡ്, ഇത് ലിക്വിഡ് ആവണമെങ്കിൽ ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റ് എത്തണം, റൈറ്റ്? അപ്പോൾ തിരിച്ച് ലിക്വിഡ് സോളിഡ് ആവുന്ന പോയിന്റ് ഏതാണ്? ഫ്രീസിംഗ് പോയിന്റ്. അപ്പോൾ ഈ രണ്ടും ഒന്ന് തന്നെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എന്റെ കയ്യിൽ ഐസ് ഉണ്ട്. ഐസിന്റെ കേസ്, ഐസും വാട്ടറും തമ്മിൽ ഇക്വിലിബ്രിയം വരിക 0 ഡിഗ്രി സെൽസിലാണ്. കാരണം 0 ഡിഗ്രി സെൽസിൽ ഐസ് എന്തായി മാറും? വാട്ടറായി മാറും. തിരിച്ച് വാട്ടർ എന്തായി മാറുന്നുണ്ടായിരിക്കും? ഐസായി മാറുന്നുണ്ടായിരിക്കും സെയിം ടെമ്പറേച്ചറിൽ. അതിൽ ഐസ് വാട്ടറായി മാറുന്ന പോയിന്റ് ഐസിന്റെ മെൽറ്റിംഗ് പോയിന്റ് നമ്മൾ പറയും. തിരിച്ച് വാട്ടർ ഐസായി മാറുന്ന പോയിന്റ് നമ്മൾ വാട്ടറിന്റെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയും. ഓക്കെ, സോ സോളിഡ് ടു ലിക്വിഡ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ സോളിഡ് ആൻഡ് ലിക്വിഡ്. ഒരു സോളിഡും ലിക്വിഡും തമ്മിലുള്ള ഇക്വിലിബ്രിയം ആണ്. ഇൻ എച്ച് എവിടെയാണ് ആ ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യുക? ഒരു സോളിഡിൽ അതിന്റെ ലിക്വിഡും തമ്മിലുള്ള ഇക്വിലിബ്രിയം എവിടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുക? ഇൻ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്. അതിന്റെ മെൽറ്റിംഗ് പോയിന്റിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരുപോലെ തന്നെയാണ്. ബോത്ത് സെയിം ടെമ്പറേച്ചർ. ഞാൻ എക്സാമ്പിൾ എടുത്ത് പറയും. ഓക്കെ, റെഡി? സോ എന്താണ് ഇവിടെ കേസ്? സോളിഡ് എന്തായി മാറുന്നു? ലിക്വിഡായി മാറുന്നു. റെഡി? തിരിച്ച് ലിക്വിഡ് എന്തായിട്ട് മാറാണ്? സോളിഡായിട്ട് മാറാണ്. അപ്പോ ഈ സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുന്നതും ലിക്വിഡ് സോളിഡ് ആയിട്ട് മാറുന്നതിന്റെ സ്പീഡ് സെയിം ആണെങ്കിൽ, എങ്ങനെ? സോളിഡ് ലിക്വിഡ് ആവുന്ന സ്പീഡും ഈ റേറ്റും ലിക്വിഡ് സോളിഡ് ആവുന്ന ഈ റേറ്റും സെയിം ആവുകയാണെങ്കിൽ അവിടെ അവർക്കിടയിൽ എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്യും? ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യും. അതെന്താ സെയിം ആവുമ്പോൾ ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? മക്കളെ, ഇപ്പൊ എന്റെ കയ്യിൽ ഒരു സോളിഡ് പാർട്ടിക്കിൾ, അല്ലെങ്കിൽ നമ്മൾ ഐസ് വിചാരിക്കും, ഐസും വാട്ടറും വിചാരിക്കും. അപ്പൊ ഐസും വാട്ടറും നമ്മൾ 0 ഡിഗ്രി സെൽസിൽ ഒരു തെർമോ ഫ്ലാസ്കിൽ കൊണ്ടുവെക്കുകയാണ്. ഐസ് ആൻഡ് വാട്ടർ വിച്ച് ഇസ് പ്ലേസ്ഡ് ഇൻ തെർമോ ഫ്ലാസ്ക് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ തെർമോ ഫ്ലാസ്കിൽ കീപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തെർമോഡൈനാമിക്സ് കേട്ടിട്ടുണ്ടായിരിക്കാം. തെർമോ ഫ്ലാസ്കിൽ നമ്മൾ കീപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ ഹീറ്റ് പുറത്തേക്ക് കടന്നു പോവില്ല. ഓക്കെ, അപ്പൊ ആ 0 ഡിഗ്രി സെൽസിലാണെങ്കിൽ ഓൾവേസ് 0 ഡിഗ്രി സെൽസിലായിരിക്കും. അതിന്റെ ടെമ്പറേച്ചറിന് ഒരു ചേഞ്ച് ഉണ്ടായിരിക്കില്ല. റെഡി? അപ്പൊ 0 ഡിഗ്രി സെൽസിൽ ഐസും ഉണ്ടാവും, വാട്ടർ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഐസിന്റെ മെൽറ്റിംഗ് പോയിന്റ് ആണ് 0 ഡിഗ്രി സെൽസ്. അപ്പൊ ഐസ് മെൽറ്റ് ആവാൻ തുടങ്ങുന്നുണ്ടാവും. തിരിച്ച് അതേ 0 ഡിഗ്രി സെൽസ് ആ വാട്ടറിന്റെ ഫ്രീസിംഗ് പോയിന്റും കൂടിയാണ്. അപ്പൊ വാട്ടർ എന്താവുന്നുണ്ടാവും? ഫ്രീസ് ആവുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മുടെ കയ്യിലൊരു ഫ്ലാസ്ക് ഉണ്ടെന്ന് ഇരിക്കട്ടെ. ഓക്കെ, ഫ്ലാസ്ക് ഉണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ എന്തുപയോഗിച്ചു എന്നാ പറഞ്ഞേ? ലിക്വിഡ് ആയിട്ട് വാട്ടർ എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഐസിന്റെ പീസും ഉണ്ട്, വാട്ടറും ഉണ്ട്, ഐസും ഉണ്ട് 0 ഡിഗ്രി സെൽസിൽ. അപ്പൊ എന്താ സംഭവിക്കുക? 0 ഡിഗ്രി സെൽസിൽ ഈ ഐസ് ഇങ്ങനെ എന്താവും? വാട്ടറായി മാറും. ഐസ് വാട്ടറായി മാറും. പക്ഷേ അതേ സമയം തന്നെ വാട്ടർ തിരിച്ച് ഫ്രീസ് ആവൂലടാ. വാട്ടർ തിരിച്ച് ഫ്രീസ് ആയിട്ട് ഐസ് ആവൂലേന്ന്.
ആവും. അപ്പൊ 0 ഡിഗ്രി സെൽസിൽ ഐസ് വാട്ടർ ആവാനും തുടങ്ങുന്നുണ്ടാവും, വാട്ടർ തിരിച്ച് ഐസ് ആവാൻ തുടങ്ങുന്നുണ്ടാവും. കുറച്ച് സമയം ഇതിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഈ രണ്ടിന്റെയും സ്പീഡ് എന്താവും, ഈക്വൽ ആവും. അത് പ്രകൃതിയാൽ അങ്ങനെയാണ്. ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണെങ്കിൽ ഗ്രാജുവലി അതിന്റെ റേറ്റ് എന്താവും, ഈക്വൽ ആവും. അപ്പൊ ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. എന്ത്? ഐസ് വാട്ടർ ആകുക, ഐസ് എന്താവുന്നു, വാട്ടർ ആവുന്നു. അപ്പൊ ആ റിയാക്ഷന്റെ പേരെന്താ? ആ റിയാക്ഷന്റെ പേര് മെൽറ്റിംഗ്. അതേസമയം തന്നെ ആ 0 ഡിഗ്രി സെൽസ് എന്ന് പറയുന്ന പ്രത്യേകത കൊണ്ടാണ്, ആ 0 ഡിഗ്രി സെൽസ് ആണ് ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റ് അഥവാ ഫ്രീസിംഗ് പോയിന്റ്. ആ 0 ഡിഗ്രി സെൽസിൽ വെള്ളം എന്ത് ചെയ്യൂല, ആ വെള്ളം ഇങ്ങനെ നോക്കിക്കൂല, തിരിച്ച് വെള്ളം എന്ത് ചെയ്യുന്നുണ്ടാവും, ഫ്രീസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന പോലെ ഉണ്ടാവും അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന പോലെ ഉണ്ടാവും. കുറച്ച് സമയം എടുക്കുമ്പോൾ അതിന്റെ റേറ്റ് ഈക്വൽ ആവും. റേറ്റ് ഈക്വൽ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റേറ്റ് ഈക്വൽ ആകുമ്പോൾ എന്താ സംഭവിക്കുക? 1 ഗ്രാം ഐസ് വെള്ളമാകുമ്പോൾ അതേ റേറ്റിൽ തന്നെ 1 ഗ്രാം വാട്ടർ തിരിച്ചെന്താവും, ഐസായി മാറും. റെഡി? അപ്പൊ പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് ഇതാ ഐസ് ഇങ്ങനെ വാട്ടർ ആവും, അതേ സ്പോട്ടിൽ തന്നെ വാട്ടർ ഐസ് ആവും. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന റേറ്റിന്റെ റിയാക്ഷന്റെ റേറ്റ് ഈക്വൽ ആയി കഴിഞ്ഞാൽ 1 സെക്കൻഡിൽ ഐസ് എത്രയാണോ വാട്ടർ ആവുന്നത് അത്ര തന്നെ വാട്ടർ ഐസ് ആവും. അപ്പൊ ഒരു മാറ്റം ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യും. ആർക്കും മാറ്റം ഉണ്ടാവില്ല, വാട്ടറും ഐസും പുതുതായി രൂപപ്പെട്ട പോലെ ഫീൽ ചെയ്യൂല. കാരണം രണ്ടിന്റെയും റേറ്റ് ഈക്വൽ ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. ആ റിവേഴ്സിബിൾ റിയാക്ഷൻ രണ്ടിന്റെയും റേറ്റ് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം, ഐസ് 1 സെക്കൻഡാണ് ഞാൻ എടുക്കണമെങ്കിൽ 1 സെക്കൻഡിൽ എന്ത് സംഭവിച്ചു? 1 സെക്കൻഡ് ഞാൻ എടുക്കുന്ന സമയത്ത് ഐസ് എന്തോരം വാട്ടർ ആയോ അത്ര തന്നെ വാട്ടർ ഐസ് ആവും. അപ്പൊ പുറത്തുനിന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്കൊരു ചേഞ്ച് ഫീൽ ചെയ്യില്ല. കാരണം മൈക്രോസ്കോപ്പിക് ലെവലിൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്, പക്ഷെ പുറമേ നമ്മൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു ചേഞ്ച് ഉണ്ടാവില്ല. ആ ചേഞ്ച് ഇല്ലാത്ത അവസ്ഥ എന്തായിരിക്കും? ഇക്വിലിബ്രിയം ആയിരിക്കും. അപ്പൊ ആ ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കാരണം എന്താണ്? ഒരു സോളിഡും ലിക്വിഡും തമ്മിൽ ഉണ്ടാകുന്ന കേസിൽ ഉണ്ടാകുന്ന ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള കാരണം റേറ്റ്. ഈ പ്രോസസ്സിന് എന്താ വിളിക്കുക? സോളിഡ് ലിക്വിഡ് ആവുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേര് മെൽറ്റിംഗ്, ലിക്വിഡ് സോൾഡ് ആവുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേര് ഫ്രീസിംഗ് ഇൻ ജനറൽ. ഓക്കെ, സോ ഇക്വിലിബ്രിയം വെൻ ആ ഇക്വിലിബ്രിയം ഉണ്ടായപ്പോഴാണ് വെൻ റേറ്റ് ഓഫ് മെൽറ്റിംഗ് ഓഫ് സോളിഡ്, ആ സോളിഡിന്റെ മെൽറ്റിംഗിന്റെ വേഗത ഈക്വൽ ടു റേറ്റ് ഓഫ് ഫ്രീസിംഗ് ഓഫ് ലിക്വിഡ്. ആ ലിക്വിഡ് ഫ്രീസ് ആവുന്നതിന് ഈക്വൽ ആവുമ്പോൾ റേറ്റ് ഓഫ് ഫ്രീസിംഗ് ഓഫ് ലിക്വിഡ്. സോൾഡ് മെറ്റാന്ന് അതേ സ്പീഡിൽ ആ ലിക്വിഡ് ഫ്രീസ് ആവുകയാണെങ്കിൽ അവിടെ ഒരു ചേഞ്ച് ഇല്ലാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും. ആ ചേഞ്ച് ഇല്ലാത്ത അവസ്ഥ വരണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റിയാക്ഷന്റെ സ്പീഡ് സെയിം ആണ്, എന്നാലേ ചേഞ്ച് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യുള്ളൂ. ഓക്കെ, ചേഞ്ച് ഇല്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഒരു റിയാക്ഷൻ എടുക്കുക ചേഞ്ച്, ആ എമൗണ്ടിന് ചേഞ്ച് ഇല്ലാത്ത അവസ്ഥ, കോൺസെൻട്രേഷന് ചേഞ്ച് ഇല്ല, അളവിന് ചേഞ്ച് ഇല്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്പോട്ടിൽ പറയും ആ സ്റ്റേറ്റ് ആണ് ഇക്വിലിബ്രിയം. അപ്പൊ എമൗണ്ടിന് ചേഞ്ച് ഇല്ലാത്തൊരവസ്ഥ വരണമെങ്കിൽ ഐസ് വാട്ടർ ആവുന്ന അതേ സ്പീഡിൽ വാട്ടർ ഐസ് ആവണം. അപ്പോ എമൗണ്ടിന് ചേഞ്ച് ഇല്ലാത്തൊരവസ്ഥ വരണമെങ്കിൽ ഫോർവേഡ് റിയാക്ഷന്റെയും ബാക്ക്വേർഡ് റിയാക്ഷന്റെയും റേറ്റ് എന്താവണം? ഈക്വൽ ആവണം. ആ പോയിന്റ് കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? മൈൻഡിൽ കീപ്പ് ചെയ്യാം. ഓക്കെ, റെഡി? ഓക്കെ, സോ ഞാൻ അപ്പോ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. സോളിഡും ലിക്വിഡും തമ്മിൽ ഒരു ഫിസിക്കൽ ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യും. എപ്പോഴാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്യുക? ഇറ്റ് ഈസ് ഇക്വിലിബ്രിയം ബിറ്റ്വീൻ സോൾട്ട് ആൻഡ് ലിക്വിഡ് വെൻ ഇറ്റ് ഓർ ഇൻ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്. അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് ടെമ്പറേച്ചറിലായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇൻ കേസ് ഓഫ് വാട്ടർ, ഇൻ കേസ് ഓഫ് ഐസ് ആൻഡ് വാട്ടർ there exists an equilibrium at 0 degree Celsius. 0 degree സെൽഷ്യസിലായിരിക്കും ആരും തമ്മിൽ ഇക്വിലിബ്രിയത്തിൽ വരിക, ഐസും വാട്ടറും തമ്മിൽ ഇക്വിലിബ്രിയത്തിൽ വരിക. ജനറലി പറയുകയാണെങ്കിൽ ഇക്വിലിബ്രിയം സംഭവിക്കണമെങ്കിൽ റേറ്റ് ഓഫ് മെൽറ്റിംഗ് ഓഫ് സോൾട്ട് ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ഫ്രീസിംഗ് ഓഫ് സോളിഡ് ആയിരിക്കണം. ഓക്കെ, അത് അതിന്റെ ആ മെൽറ്റിംഗ് പോയിന്റിലായിരിക്കും ഉണ്ടാകുക. റേറ്റ് ഓഫ് മെൽറ്റിംഗും റേറ്റ് ഓഫ് ഫ്രീസിംഗും ഒരുപോലെ നടക്കണമെങ്കിൽ അത് അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും. ഈ ഒരു ധാരണ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ബാക്കിയുള്ളതും വേഗം പറഞ്ഞ് പോവാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഉദ്ദേശിച്ച ആ ഒരു കോൺസെപ്റ്റ് എന്താണോ അത് തന്നെയാണ് ഇനി ബാക്കിയുള്ളതിലും വരുന്നത്. ഏത് ബാക്കിയുള്ള ഫിസിക്കൽ ഇക്വിലിബ്രിയത്തിലും വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. റെഡി? ശ്രദ്ധിക്കാം. എന്താ സെക്കൻഡ് വൺ ദാറ്റ് ഈസ് ബിറ്റ്വീൻ സോളിഡും ലിക്വിഡും ആയില്ല മക്കളെ, ലിക്വിഡ് ടു ഗ്യാസ് ഇക്വിലിബ്രിയം. ലിക്വിഡും ഗ്യാസും തമ്മിലുള്ള ഇക്വിലിബ്രിയം. അപ്പൊ ലിക്വിഡും ഗ്യാസും തമ്മിലുള്ള ഇക്വിലിബ്രിയം ഉണ്ടായിരിക്കുക അതിന്റെ ബോയിലിംഗ് പോയിന്റിലായിരിക്കും. ബോയിലിംഗ് പോയിന്റ്. സോ
It is the equilibrium. Liquid gas equilibrium എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is the equilibrium between liquid and gas at its boiling point. അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് എത്ര ബോയിലാണത്, അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും ആ ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യുക അറ്റ് ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ്. ഓക്കെ, പ്രത്യേകത എന്താണ് നോക്കൂ, ഇക്വിലിബ്രിയം ഉണ്ടാവണമെങ്കിൽ പ്രോപ്പർട്ടീസിന് മാറ്റം വരരുത്, റിയാക്ഷന്റെ റേറ്റ് ഈക്വൽ ആവും വേണം. സോ ലിക്വിഡ് എന്താവുന്നുണ്ട്, ഗ്യാസ് ആവുന്നുണ്ട്, തിരിച്ച് ഗ്യാസ് എന്താവുന്നുണ്ട്, ലിക്വിഡ് ആവുന്നുണ്ട്. ലിക്വിഡ് ഗ്യാസ് ആവുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരെന്തായിരുന്നു, വേപ്പറൈസേഷൻ. എന്താ പറയാ, വേപ്പറൈസേഷൻ. തിരിച്ച് ഗ്യാസ് ലിക്വിഡ് ആവുന്ന പ്രോസസ്സിനെ നമ്മൾ എന്താ വിളിക്കുക, കണ്ടൻസേഷൻ. എപ്പോഴാണ് ഈ റിയാക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ലിക്വിഡിലും മാറ്റല്ല ഗ്യാസിലും മാറ്റല്ല, അങ്ങനെ ഒരു അവസ്ഥ എപ്പോഴാണ് വരിക, ലിക്വിഡിലും മാറ്റല്ല ഗ്യാസിലും മാറ്റല്ല, പക്ഷെ റിയാക്ഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ അവസ്ഥ വരുന്നെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് ലിക്വിഡ് ഗ്യാസ് ആവുന്ന അതേ സ്പീഡിൽ ഗ്യാസ് എന്താവണം, ലിക്വിഡ് ആവണം. അതിന് ആ വസ്തുക്കളെ നമ്മൾ അതിന്റെ ബോയിലിംഗ് പോയിന്റ് എന്താണോ ആ ബോയിലിംഗ് പോയിന്റിൽ എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം. അപ്പൊ ബോയിലിംഗ് പോയിന്റിൽ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ലിക്വിഡിനെയും പെർട്ടിക്കുലർ ഗ്യാസിനെയും വെക്കുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ വാട്ടർ ആൻഡ് വാട്ടർ വേപ്പർ പ്ലേസ്ഡ് in 100 degrees Celsius. 100 degrees Celsius എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് ആണ്. അപ്പൊ അവിടെ ആക്ച്വലി എന്താ സംഭവിക്കുക, വാട്ടർ എന്ന് പറയുന്ന ആള് വേപ്പറൈസ് ചെയ്തിട്ട് എന്ത് രൂപപ്പെടുന്നുണ്ടായിരിക്കും, വാട്ടർ വേപ്പർ രൂപപ്പെടുന്നുണ്ടായിരിക്കും. തിരിച്ച് വാട്ടർ വേപ്പർ എന്ന് പറയുന്ന ആള് വാട്ടർ ആവുന്നുണ്ടായിരിക്കും അല്ലെ. ഇതിന് ഒരു കെമിക്കൽ സ്റ്റൈൽ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, H2O ലിക്വിഡ് L വിൽ ബി H2O ഗ്യാസ്. ഓക്കെ, 100 ഡിഗ്രി സെൽഷ്യസിൽ വെച്ച് കഴിഞ്ഞാൽ വെള്ളം എന്ന് പറയുന്ന ആള് വാട്ടർ വേപ്പർ ആവും, തിരിച്ച് വാട്ടർ വേപ്പർ എന്ന് പറയുന്ന ആള് വെള്ളവുമായി മാറുന്നുണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും റിയാക്ഷൻ നടക്കും. കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ രണ്ടിനെയും സ്പീഡ് ഈക്വൽ ആവും. അപ്പൊ വെള്ളത്തിനും ചേഞ്ച് ഉണ്ടാവില്ല, വാട്ടർ വേപ്പറിനും ചേഞ്ച് ഇല്ലാത്തൊരവസ്ഥ ഫീൽ ചെയ്യും. അപ്പൊ അവിടെ ഒരു ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യും. അപ്പോൾ ഈ ലിക്വിഡും ഗ്യാസും തമ്മിലുള്ള ഇക്വിലിബ്രിയം എവിടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ഡെവലപ്ഡ് ഓർ ഇക്വിലിബ്രിയം വെൻ, എപ്പോഴാണ് ഇക്വിലിബ്രിയം ഉണ്ടാവുക, ഇക്വിലിബ്രിയം വെൻ റേറ്റ് ഓഫ് അല്ലേ, വാട്ടർ വേപ്പർ ആവുന്ന അതേ സ്പീഡിൽ വാട്ടർ വേപ്പർ തിരിച്ചെന്താവണം, വാട്ടർ ആവണം. വാട്ടർ വേപ്പർ ആവുന്ന പ്രോസസ്സിനെ പറയുന്ന പേര് വേപ്പറൈസേഷൻ, തിരിച്ച് വാട്ടർ വേപ്പർ വാട്ടർ ആവുന്ന പ്രോസസ്സിനെ പറയുന്ന പേര് കണ്ടൻസേഷൻ. അതുപോലെ ലിക്വിഡ് ഗ്യാസ് ആവുന്ന അതേ സ്പീഡിൽ ഗ്യാസ് എന്താവണം, ലിക്വിഡ് ആവണം. സോ പ്രോസസ്സുകളെ പറയുന്ന പേര് ഞാൻ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. സോ ആ സ്പീഡ് ഈക്വൽ ആവണം എന്നുള്ളതാണ് കണ്ടീഷൻ. സോ റേറ്റ് ഓഫ് വേപ്പറൈസേഷൻ, ആരാണ് വേപ്പറൈസ് ചെയ്യുക, ഓഫ് ലിക്വിഡ്, rate of vaporization of liquid should be equal to, പറയൂ, rate of condensation of gas. അപ്പോ ഒരു ലിക്വിഡും ഗ്യാസും തമ്മിൽ ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യും എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ലിക്വിഡ് ഗ്യാസ് ആവുന്ന അതേ സ്പീഡിൽ ഗ്യാസ് തിരിച്ച് ലിക്വിഡ് ആവണം. അതായത് വേപ്പറൈസേഷൻ നടക്കുന്ന അതേ സ്പീഡിൽ കണ്ടൻസേഷൻ നടക്കണം, അത്രേ ഉള്ളൂ. So liquid gas equilibrium established when rate of vaporization is equal to rate of condensation. Okay, usually the equilibrium will be in its boiling point. ഒരു ലിക്വിഡും ഗ്യാസും തമ്മിൽ ഇക്വിലിബ്രിയം ഉണ്ടാകുമെങ്കിൽ അത് അതിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയപ്പെടുന്ന ടെമ്പറേച്ചറിലായിരിക്കും. We can show a well familiar example, that is there is an equilibrium between water and water vapor and it will be established in 100 degrees Celsius because 100 degrees Celsius is the boiling point of water. Ready? സോ ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരാളെയും കൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഇൻസെർട്ട് ചെയ്യാൻ പറ്റും. ഒന്നല്ല, വീണ്ടും രണ്ടുപേരെയും കൂടെ ഒക്കെ പറയാനുണ്ട്, ഞാൻ പറയാം, ശ്രദ്ധിക്കും. ലിസൺ. അടുത്ത ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ 3, ബിറ്റ്വീൻ സോളിഡ് ആൻഡ് ഗ്യാസ്. ആരും നമ്മൾ ഇക്വിലിബ്രിയ, സോളിഡും ഗ്യാസും തമ്മിലുള്ള ഇക്വിലിബ്രിയം ബിറ്റ്വീൻ സോളിഡ് ആൻഡ് ഗ്യാസ്. ഓക്കെ, റെഡി. അതായത് ഇപ്പൊ നമ്മള് ഫോർ എക്സാമ്പിൾ ഞാൻ ആദ്യം പറയാം. അയഡിൻ എന്ന് പറയുന്നത് സോളിഡാ, പ്ലേസ്ഡ് ഇൻ ക്ലോസ്ഡ് കണ്ടെയ്നർ.
അയഡിനെ നമ്മളൊരു ക്ലോസ്ഡ് കണ്ടെയ്നറിൽ വെച്ച് കഴിഞ്ഞാൽ അയഡിൻ എന്ന് പറയുന്നതിന്റെ പ്രത്യേകത, ഞാനിത് അയഡിന്റെ ഒരു പീസ് അയഡിൻ സോളിഡിന് ഒരു ക്ലോസ്ഡ് കണ്ടെയ്നറിൽ വെച്ച് കഴിഞ്ഞാൽ അയഡിൻ നേരെ ലിക്വിഡ് ആവില്ല, അയഡിൻ നേരെ എന്താവും, ഗ്യാസ് ആവും. സാധാരണഗതിയിൽ ഇപ്പോൾ ഐസിന്റെ ഒക്കെ കേസിൽ ഐസ് നേരെ ലിക്വിഡ് ആവും, വെള്ളമാവും, എന്നിട്ട് വെള്ളമാണ് വാട്ടർ വേപ്പർ ആവുക. എന്നാൽ അയഡിനെ പോലുള്ള ചില സോൾട്ടുകൾ ഉണ്ട്, അവർ നേരെ അങ്ങ് വേപ്പറിലേക്ക് പോകും. അപ്പൊ അയഡിൻ നമ്മളിങ്ങനെ വെക്കുകയാണെങ്കിൽ അയഡിൻ ഇങ്ങനെ വേപ്പറൈസേഷൻ നടന്നിട്ട് അയഡിൻ നേരെ വേപ്പർ ആവും. ഓക്കെ, ആ പ്രോസസ്സിനെ പറയുന്ന പേര് അയഡിൻ സബ്ലിമേഷൻ നടന്നു എന്നാണ് ഞാൻ അതിനെ പറയാം. അപ്പൊ അയഡിൻ വേപ്പർ ആകുമ്പോൾ ഇവിടെ അയഡിന്റെ വേപ്പേഴ്സ് ഫോം ചെയ്യും. അയഡിന്റെ വേപ്പേഴ്സ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്യൂബിന്റെ അകത്തൊരു വയലറ്റ് കളർ ഡെവലപ്പ് ചെയ്യും, വയലറ്റ് കളർ ഡെവലപ്പ് ചെയ്യും. അപ്പൊ അവിടെ ആക്ച്വലി നടന്നത് എന്താണ്, അയഡിൻ എന്ന് പറയുന്ന സോളിഡ് ഫോം, മക്കളെ പറയൂ, അയഡിൻ എന്ന് പറയുന്ന ഗ്യാഷ്യസ് ഫോമിലേക്ക് മാറി. അയഡിൻ വേപ്പറൈസ് ചെയ്തു, റെഡിയാണോ, അല്ലെങ്കിൽ സബ്ലൈം ചെയ്തു. അപ്പൊ അവിടെ വയലറ്റ് കളർ ഇങ്ങനെ അപ്പിയർ ചെയ്യും. അപ്പൊ തുടക്കം ഫുള്ള് അയഡിൻ സോളിഡുകൾ ഉണ്ട്. അപ്പൊ അയഡിന്റെ സോളിഡുകൾ ഇങ്ങനെ വേപ്പറൈസ് ചെയ്തിട്ട് വേപ്പർ ഉണ്ടാവും. ഇനി വേപ്പർ എപ്പോഴാണോ ഉണ്ടാവുന്നത്, ഇത് നമ്മളൊരു ക്ലോസ്ഡ് കണ്ടെയ്നർ അല്ലേ വെച്ചേ, അപ്പൊ വേപ്പറിന് പുറത്തേക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല. അപ്പൊ വേപ്പർ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ വേപ്പറിന് അതൊരു ഡിസ്റ്റർബൻസ് ആയി മാറും. അപ്പൊ വേപ്പർ തിരിച്ചെന്ത് ചെയ്യാൻ തുടങ്ങും, അത് സോൾഡിഫൈ ചെയ്യാൻ തുടങ്ങും, അതിങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങും. ആ വേപ്പർ ഇങ്ങനെ എന്തായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും, അയഡിൻ സോളിഡ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അഥവാ ഇങ്ങനെ ഒരു പ്രോസസ് അവിടെ നടക്കാം. അയഡിന്റെ വേപ്പേഴ്സ് തിരിച്ച് അയഡിൻ സോളിഡ് ആയിട്ട് മാറും, അതൊരു ക്ലോസ്ഡ് കണ്ടെയ്നർ ആണെങ്കിൽ. അപ്പൊ അവിടെ ഫസ്റ്റ് നടന്ന പ്രോസസിന്റെ പേരെന്താണ്, സബ്ലിമേഷൻ എന്നാ പറയാ. ഒരു സോളിഡ് നേരെ ഗ്യാസ് ആവുന്ന പ്രോസസിന്റെ പേര് സബ്ലിമേഷൻ. ആ സബ്ലിമേഷൻ നടക്കുന്ന ഒരു ക്ലോസ്ഡ് കണ്ടെയ്നറിലാണെങ്കിൽ ആ സബ്ലൈം ചെയ്ത ആൾ തിരിച്ച് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ഗ്യാസ് തിരിച്ച് സോളിഡ് ആയി മാറും. അപ്പൊ അവിടെ നടക്കാനുള്ള ഒരു ചാൻസ് ഡെപ്പോസിഷൻ. അപ്പോൾ അവിടെ ആക്ച്വലി പറയുന്നത് എങ്ങനെയാണ്, ടെക്സ്റ്റിൽ ഇങ്ങനെ എടുത്ത് പറയുന്നുണ്ട്, വെൻ an iodine solid an iodine piece is placed in a container, the container become violet. Okay, and the intensity of violet color increases initially, then it become a constant. തുടക്കം വയലറ്റ് കളറിന്റെ ഇന്റൻസിറ്റി ഇങ്ങനെ കൂടും, കുറച്ച് കഴിഞ്ഞാൽ വയലറ്റ് കളറിന്റെ കളറ് തുടക്കം ഇങ്ങനെ ലൈറ്റ് വയലറ്റ് ആയിരിക്കും, പിന്നെ അതിങ്ങനെ ഡാർക്ക് വയലറ്റ് ആയി മാറും. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഡാർക്ക് വയലറ്റിൽ മാറ്റം ഉണ്ടാവില്ല. അതെന്താ അവിടെ സംഭവിച്ചത്, ആദ്യം സോളിഡ് ആയിട്ടുള്ള അയഡിൻ നേരെ ഇങ്ങനെ എന്തായി മാറുന്നുണ്ടാവും, അയഡിൻ വേപ്പറായി മാറുന്നുണ്ടാവും. അയഡിൻ വേപ്പർ ആകുമ്പോൾ ഇങ്ങനെ നല്ല ഡാർക്ക് കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. അയഡിൻ വേപ്പർ ആയി കഴിഞ്ഞാലോ, അയഡിൻ വേപ്പർ കുറെ കൂടി കഴിഞ്ഞാൽ പിന്നെ വേപ്പറിന് അതൊരു ഡിസ്റ്റർബൻസ് ആവും, തിരിച്ച് വേപ്പർ എന്ത് ചെയ്യാൻ തുടങ്ങും, സോൾഡ് ആയി മാറാൻ തുടങ്ങും. അപ്പൊ വേപ്പർ ഇങ്ങോട്ടും വരാൻ തുടങ്ങും. അങ്ങനെ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുറച്ച് സമയം കഴിയുമ്പോൾ അത് ഈക്വൽ ആവും. അതങ്ങനെയാണല്ലോ. അത് ഈക്വൽ ആകുന്ന സമയത്ത് പിന്നെ അവിടെ ആരുടെ എമൗണ്ടിന് മാറ്റം വരില്ല, റിയാക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോഴും ഇക്വിലിബ്രിയം ആയി കഴിഞ്ഞാലും അയഡിൻ സോളിഡ് അയഡിൻ ഗ്യാസ് ആവുന്നുണ്ട്, അയഡിൻ ഗ്യാസ് അയഡിൻ സോൾഡ് ആവുന്നുണ്ട്. പക്ഷെ രണ്ടിന്റെയും വേഗത എന്തായിരിക്കും, സെയിം ആയിരിക്കും. രണ്ടിന്റെയും വേഗത സെയിം ആയതുകൊണ്ട് തന്നെ നമുക്കൊരു മാറ്റമില്ലാത്ത പോലെ ഫീൽ ചെയ്യും. ഓക്കെ, ആ സമയം ഇവിടെ എന്ത് സംഭവിച്ചു എന്നാ പറഞ്ഞേ, ആ സമയം ആ വേപ്പർ ഇനി എമൗണ്ട് മാറൂല. കാരണം ഇനി അവിടെ ഒരു റിയാക്ഷൻ നടന്ന ഫീൽ ഉണ്ടാവില്ല, നടക്കുന്നുണ്ടാവും, നടന്ന ഫീൽ ഉണ്ടാവില്ല എന്ന് പറയാൻ കാരണം രണ്ടിനെയും റേറ്റ് ഈക്വൽ ആയതുകൊണ്ട്. അപ്പൊ അവിടെ ആ വേപ്പർ എന്താണോ ഉള്ളത് ആ വേപ്പറിന് ഇനി ചേഞ്ച് ചെയ്യില്ല. അപ്പൊ ആ വേപ്പർ ഉണ്ടാക്കിയ കളർ ഉണ്ടല്ലോ, ആ കളർ ഇനി മാറൂല. തുടക്കം ആ കളർ ഇങ്ങനെ കൂടി വരും, പിന്നെ അതൊരു കോൺസ്റ്റന്റ് ആവും. ആ കോൺസ്റ്റന്റ് ആവുന്നതിന്റെ കാരണം അവിടെ ഇക്വിലിബ്രിയം വരുന്നോണ്ടാണ്. റെഡിയാണോ? സോ സോളിഡ് ഗ്യാസ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്, the equilibrium will be when rate of sublimation അല്ലേ? എപ്പോഴാണ് ആ ഇക്വിലിബ്രിയം ഉണ്ടാവുക? അയഡിന്റെ സോളിഡ് വേപ്പർ ആവുന്ന അതേ സ്പീഡിൽ അയഡിന്റെ വേപ്പർ സോൾഡ് ആവണം. when rate of sublimation of solid equal to rate of deposition of solid. സോൾഡ് ആണോ ഡിപ്പോസിറ്റ് ചെയ്യുന്നത്? അല്ല, റേറ്റ് ഓഫ് ഡിപ്പോസിഷൻ ഓഫ് ഗ്യാസ്. ഓക്കെ, അപ്പൊ ആ രണ്ട് റേറ്റും ഈക്വൽ ആകുമ്പോഴാണ്
ഇക്വിലിബ്രിയം ഡെവലപ്പ് ചെയ്യുക. ആ ഇക്വിലിബ്രിയം ഡെവലപ്പ് ചെയ്തതിന് എക്സാമ്പിൾ ആണ് ആ അയഡിന്റെ വയലറ്റ് കളർ ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. കളറും കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്യില്ല ഇക്വിലിബ്രിയം എത്തിക്കഴിഞ്ഞാൽ. എപ്പോഴും ഇക്വിലിബ്രിയം എത്തിക്കഴിഞ്ഞാൽ മെഷർ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടീസിന് മാറ്റം ഉണ്ടാവില്ല. ആ മാറ്റമില്ലാത്തതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം മുന്നോട്ടും പിന്നോട്ടും നടക്കുന്ന റിയാക്ഷന്റെ വേഗത സെയിം ആയിരിക്കും, റേറ്റ് ഈക്വൽ ആയിരിക്കും എന്നുള്ളതും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി രണ്ട് ഇക്വിലിബ്രിയം കൂടെ ഉണ്ട്. ഒരു സൊല്യൂട്ടും സോൾവെന്റും തമ്മിലുള്ള ഇക്വിലിബ്രിയം, ഒരു സോളിഡ് നമ്മൾ ലിക്വിഡിലേക്ക് ഇടുമ്പോഴുള്ള ഇക്വിലിബ്രിയം, ഒരു ഗ്യാസ് ലിക്വിഡിലേക്ക് ഇടുമ്പോഴുള്ള ഇക്വിലിബ്രിയം നമുക്ക് നോക്കാം. റെഡി അല്ലേ? സോ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് dissolution of solid and liquid, solid and gas in liquid. Okay, in the dissolution of solid and gas in liquid. Okay, സോൾഡ് ആൻഡ് ഗ്യാസ് ഇൻ ലിക്വിഡ്. അതിൽ ആദ്യം സോളിഡ് ഇൻ ലിക്വിഡ് കൺസിഡർ ചെയ്യാം. സോളിഡ് ഇൻ ലിക്വിഡ്. ലിസൺ, ഇപ്പോ ഒരു സോളിഡ് സൊല്യൂട്ട് ലിക്വിഡ് സോൾവെന്റിൽ ഡിസോൾവ് ആവാം. ഒരു സോളിഡ് ആയിട്ടുള്ള സൊല്യൂട്ട് ലിക്വിഡ് സോൾവെന്റിലേക്ക് നമ്മൾ ചേർക്കുകയാണ്. അപ്പൊ വെള്ളത്തിലേക്ക് നമ്മൾ ഷുഗർ ചേർത്തു. റെഡി? സോ ശ്രദ്ധിക്കണേ, വെള്ളം എടുത്തു, അതിലേക്ക് ഷുഗർ ചേർക്കുകയാണ്. റെഡി? തുടക്കത്തിൽ എന്താ സംഭവിക്കുക? ഷുഗർ എന്ന് പറയുന്ന സൊല്യൂട്ട് ഞാൻ വാട്ടറിലേക്ക് ചേർത്തു. തുടക്കത്തിൽ, അതായത് സോളിഡ് ആയിട്ടുള്ള സൊല്യൂട്ട് ഞാൻ ലിക്വിഡ് ആയിട്ടുള്ള സോൾവെന്റിലേക്ക് ചേർത്തു. തുടക്കത്തിൽ നന്നായിട്ട് ഷുഗർ വെള്ളത്തിൽ ലയിക്കുന്നുണ്ടായിരിക്കും, ഡിസോൾവ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ പ്രോസസ് ആണ് ഏത്? ഡിസൊല്യൂഷൻ. അപ്പൊ തുടക്കം നല്ല അടിപൊളിയായിട്ട് എന്ത് നടക്കുന്നുണ്ടായിരിക്കും? ഡിസോൾവ് ചെയ്യുന്നുണ്ടായിരിക്കും, ഡിസൊല്യൂഷൻ നടക്കുന്നുണ്ടായിരിക്കും. ആ ഡിസൊല്യൂഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സൊല്യൂഷൻ കിട്ടും. അത് ഷുഗർ ആണെങ്കിൽ ഷുഗർ സൊല്യൂഷൻ, റൈറ്റ്? ഇനി ആ ഡിസൊല്യൂഷൻ നടന്ന് കുറച്ച് സമയം കഴിയുമ്പോൾ അപ്പൊ ഇതിന്റെ അകത്ത് ഏത് മോളിക്യൂൾ ഡിസോൾവ് ചെയ്ത് കിടക്കുകയാണ്? ഷുഗറിന്റെ മോളിക്യൂൾ ഇങ്ങനെ ഡിസോൾവ് ചെയ്ത് കിടക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഷുഗറിന്റെ മോളിക്യൂളിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഷുഗറിന്റെ മോളിക്യൂളിന് ഒരു ടെൻഡൻസി ഉണ്ടാവും എന്താവാനായിട്ട്? ഈ സൊല്യൂഷന്റെ അകത്തുനിന്ന് ഫ്രീ ആവാനായിട്ട്. ഇപ്പൊ ആ സോൾവെന്റിന്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കുകയല്ലേ, അതിൽ നിന്നും ഫ്രീ ആവാനായിട്ടുള്ള ഒരു ടെൻഡൻസി അവർക്ക് ഉണ്ടാവും. അതായത് ആ സോൾവെന്റിന്റെ അകത്ത്, വെള്ളത്തിന്റെ അകത്ത് ഉള്ളിൽ കിടക്കുന്ന ഷുഗർ മോളിക്യൂള് അതിൽ നിന്നും ഫ്രീ ആവാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. അതിന്റെ എണ്ണം കൂടി വരുന്നതിനനുസരിച്ച്. അങ്ങനെ എണ്ണം കൂടി വന്നു. നിങ്ങൾക്ക് അറിയാം, ഇതിങ്ങനെ ഞാൻ ഷുഗർ ഇടുകയാണെങ്കിൽ അതിൽ ലയിക്കുന്നതിന് ഒരു പരിധി ഉണ്ടെന്ന്. ആ പരിധിയെ നമ്മൾ പറയുന്ന പേരാണ് സാച്ചുറേഷൻ. ആ സാച്ചുറേഷനും കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചേർത്ത് കഴിഞ്ഞാൽ അത് അവിടെ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് കിടക്കുക ചെയ്യുക, റൈറ്റ്? ഇതിൽ ലയിക്കാവുന്ന മാക്സിമം കഴിഞ്ഞ് ഞാൻ പിന്നെയും ഷുഗർ ചേർക്കുകയാണെങ്കിൽ അത് നേരെ താഴെ വന്ന് കിടക്കുക ചെയ്യാം. ഇനി പഠിച്ചിട്ടില്ലേ? അപ്പോ അവിടെ സംഭവിക്കുന്ന, അല്ലെങ്കിൽ സാച്ചുറേഷൻ എത്തുന്നതിന് തൊട്ട് മുമ്പ് സംഭവിക്കുന്ന പ്രോസസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലിക്വിഡിന്റെ അകത്തുള്ള ഷുഗർ മോളിക്യൂള് അവരിങ്ങനെ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. ആ ലിക്വിഡിൽ നിന്നും ഫ്രീ ആവാനുള്ള ടെൻഡൻസി കാണിക്കും. ലിക്വിഡിൽ നിന്ന് ഫ്രീ ആയിട്ട് നേരെ വന്ന് താഴെ ഇങ്ങനെ കിടക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി കാണിക്കും. അതാണ് ആ സൊല്യൂഷനിൽ നിന്നും ഇപ്പൊ സൊല്യൂഷന്റെ അകത്തുണ്ടായിരുന്ന ആള് ഇപ്പൊ രണ്ടായിട്ട് മാറി അല്ലേ? സൊല്യൂട്ടുമായി ലിക്വിഡ് സോൾവെന്റുമായി. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ക്രിസ്റ്റലൈസേഷൻ. എന്താ പറയാ? ക്രിസ്റ്റലൈസേഷൻ. ഓക്കെ, അപ്പൊ തുടക്കം നല്ല സ്പീഡിൽ ഏത് സംഭവിക്കും? ഡിസൊല്യൂഷൻ സംഭവിക്കും. കാരണം ആ വെള്ളം പ്യുവർ വാട്ടർ ആണ്. അതിലേക്ക് ഞാൻ ഷുഗർ ചേർക്കുമ്പോൾ ആ വെള്ളത്തിന് നല്ല താല്പര്യം ഉണ്ടാവും ഷുഗറിനെ ഇങ്ങനെ ഫില്ല് ചെയ്യാനായിട്ട് വെള്ളത്തിന്റെ അകത്തേക്ക്. പക്ഷെ ഷുഗർ വീണ്ടും ചേർക്കുകയാണെങ്കിൽ വെള്ളത്തിന് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് താല്പര്യക്കുറവുണ്ടായിരിക്കും. കാരണം ഷുഗർ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കും. ഇനിയും ഷുഗർ ഇടുകയാണെങ്കിൽ അതിന് താല്പര്യക്കുറവുണ്ടാവും. അപ്പോൾ ആ ഷുഗർ മോളിക്യൂളിനോട് ആ വെള്ളത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ആ വാട്ടർ, ആ ലിക്വിഡ് പറയും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. സൊല്യൂഷൻ്റെ അകത്തുള്ള ഡിസോൾവ് ചെയ്ത ഷുഗർ മോളിക്യൂൾ അല്ലെങ്കിൽ ആ സൊല്യൂട്ടിനെ പുറത്തേക്ക് തട്ടും. പുറത്തേക്ക് ഇടുന്ന പറഞ്ഞാൽ പുറത്തേക്ക് തെറിപ്പിക്കുന്നതല്ല, താഴെ വന്നിങ്ങനെ
ആ വെള്ളത്തിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് ഇങ്ങനെ ഗ്രാജുവലി കളയാൻ നോക്കുന്നുണ്ടായി. അപ്പൊ താഴെ വന്ന് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പോലെ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ക്രിസ്റ്റലൈസ് ചെയ്തെന്ന് പറയാം. ആൻഡ് ദാറ്റ് പ്രോസസ് ടു ബി ക്രിസ്റ്റലൈസേഷൻ. ഓക്കെ, ഇനി ഇവിടെ ഇക്വിലിബ്രിയം ഉണ്ടാവുക എപ്പോഴാണ്? ഇക്വിലിബ്രിയം വെൻ rate of dissolution equal to rate of crystallization. Rate of dissolution is equal to rate of crystallization. അതായത് ഒരു ചേഞ്ച് ഇല്ലാത്ത ഫീൽ ഉണ്ടാവും. എങ്ങനെ? നമ്മൾ ഈ ഷുഗർ ഇങ്ങനെ ചേർക്കുമ്പോൾ ഡിസോൾവ് ആവുന്ന അതേ സ്പീഡിൽ ക്രിസ്റ്റലൈസ് ചെയ്യും. ഇപ്പൊ ഒരു 100 മോളിക്യൂൾ ഇതിൻ്റെ അകത്ത് ഡിസോൾവ് ആയിട്ടുണ്ട്. 100 മോളിക്യൂൾ ഇതിൻ്റെ അകത്ത് വെള്ളത്തിനകത്ത് ഡിസോൾവ് ആയിട്ടുണ്ട്. ഞാനൊരു 10 മോളിക്യൂൾ അഡീഷണലി ചേർക്കാണ്. ഓക്കെ, ആ അഡീഷണലി 10 മോളിക്യൂൾ ചേർക്കാണ്. ആ 10 മോളിക്യൂൾ ചേർക്കുമ്പോൾ ആ 10 മോളിക്യൂൾ ഇതിൻ്റെ അകത്ത് കടന്നു വരുന്ന അതേ സമയം 10 മോളിക്യൂൾ ഈ സൊല്യൂഷൻ്റെ അകത്ത് നിന്ന് ക്രിസ്റ്റലൈസ് ചെയ്യും. ആ റേറ്റ് ഈക്വൽ ആവും. അപ്പോൾ പുറമേ നോക്കുന്ന ആൾക്ക് ആ ഒരു ചേഞ്ച് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യും. റെഡി? അതാണ് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ഡിസൊല്യൂഷൻ ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ക്രിസ്റ്റലൈസേഷൻ. അതാണ് ആർക്കിടയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാവുന്ന ഒരു ഇക്വിലിബ്രിയം. സോളിഡും ലിക്വിഡും നമ്മൾ എടുക്കുന്ന കേസിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാവുന്ന ഒരു ഇക്വിലിബ്രിയം. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് ഷുഗർ പ്ലസ് വാട്ടർ ഗീവ്സ് ഷുഗർ സൊല്യൂഷൻ. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് റീഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിനെ കുറിച്ചൊക്കെ അടുത്ത കൊല്ലം സൊല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ഐഡിയ ഇപ്പൊ കിട്ടിയാൽ മതി. റെഡി? ഇനി നമുക്ക് ഒരു കേസ് കൂടെ പറയാനുണ്ട്. ആ കേസ് എന്താണ്? ഒരു ഗ്യാസ് ഇപ്പോൾ സോളിഡ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്ന കേസ് നമ്മൾ പറഞ്ഞു. ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്നത്, ഗ്യാസ് ഇൻ ലിക്വിഡ്. ഓക്കെ, ഇപ്പോ നമ്മൾ ഈ സോഡ വാട്ടറിലൊക്കെ അല്ലേ, സോഡ വാട്ടറിന്റെ അകത്തൊക്കെ എന്തുണ്ടടാ? അല്ലെങ്കിൽ സോഡ വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളത്തിന്റെ അകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഫിൽഡ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ വെള്ളം എന്ന് പറയുന്ന ലിക്വിഡിന്റെ അകത്ത് ഗ്യാസ് എന്ന് പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ് കിടക്കുന്നതാണ് സോഡ വാട്ടർ. റെഡിയാണോ? അതൊരു ഇക്വിലിബ്രിയത്തിൽ കിടക്കുക ചെയ്യുക. കാരണം അതൊരു ക്ലോസ്ഡ് കണ്ടെയ്നർ ആക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പൊ നമ്മള് ഒരു ബോട്ടില് ഓക്കെ സോഡ വാട്ടർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഈ സോഡ വാട്ടർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കൂ, ഇത് വെള്ളമാണ്. ആ വെള്ളത്തിന്റെ മുകളിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. ഓക്കെ, ആ കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിന്റെ അകത്തേക്ക് കൂടുതൽ ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ഈ ബോട്ടിൽ സീൽ ചെയ്യുക, ഈ ബോട്ടിൽ അടക്കുക. നല്ല ഹൈ പ്രഷറിലാണ്. ഇപ്പോൾ ബോട്ടിൽ ഇങ്ങനെ കടന്നു പോകുന്നുണ്ടാവും. മെഷീൻ യൂസ് ചെയ്തിട്ട് ഹൈ പ്രഷറിൽ ഇങ്ങനെ ടോപ്പ് ചെയ്ത് പോവുക ചെയ്യുക, സീൽ ചെയ്ത് പോവുക ചെയ്യുക. അങ്ങനെ ഹൈ പ്രഷറിൽ സീൽ ചെയ്യുന്ന സമയത്ത് ഈ കാർബൺ ഡൈ ഓക്സൈഡ് മാക്സിമം എന്തിലേക്ക് കടക്കൂടാ? വെള്ളത്തിലേക്ക് കടക്കും. അപ്പൊ ഹൈ പ്രഷർ നമ്മൾ കൊടുക്കുന്ന സമയത്ത് മാക്സിമം കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിലേക്ക് കടക്കും. ഇനി എപ്പോഴാണ് നമ്മൾ ഈ ബോട്ടിൽ ലീവ് ചെയ്യുന്നത്, ബോട്ടിൽ നമ്മൾ ഓപ്പൺ ആക്കുന്നത്? അപ്പോൾ പ്രഷർ കുറയും. അപ്പോൾ പ്രഷർ കുറയുമ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് എന്ത് ചെയ്യും? ഇവോൾവ് ചെയ്യും. നമ്മൾ കണ്ടിട്ടുണ്ട്, യൂഷ്വലി നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഹൈ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഈ പുറത്തുള്ള, അപ്പോൾ ഹൈ പ്രഷറിൽ നമ്മൾ ടോപ്പ് അടച്ചു കഴിഞ്ഞാൽ അതൊരു ക്ലോസ്ഡ് സിസ്റ്റമായി. അപ്പോൾ പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ അവിടെ ഒരു ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യാം. ഹൈ പ്രഷറാണ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇക്വിലിബ്രിയം, ഹൈ പ്രഷറിൽ നമ്മൾ ഈ ഒരു സംഗതി ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യുക. എങ്ങനെ? കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെ ഇങ്ങോട്ട് കയറുന്നുണ്ടാവും. എങ്ങോട്ടടാ? കാർബൺ ഡൈ ഓക്സൈഡ് നേരെ എങ്ങനെ സൊല്യൂഷന്റെ അകത്തേക്ക് കയറുന്നുണ്ടായിരിക്കും, വെള്ളത്തിന്റെ അകത്തേക്ക് കയറുന്നുണ്ടായിരിക്കും അല്ലേ? ആ വെള്ളത്തിന്റെ അകത്തേക്ക് കയറുന്നതിന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റും, ഗ്യാസും എന്തും തമ്മിൽ കൂടിച്ചേർന്നു, ലിക്വിഡ് സോൾവെന്റും തമ്മിൽ കൂടിച്ചേർന്നു. എന്നിട്ടാണ് എന്തുണ്ടായത്? ആ സൊല്യൂഷൻ ഉണ്ടായത്. അഥവാ നമ്മളിപ്പോ സോഡ വാട്ടർ എടുത്ത് ഹൈ പ്രഷറിൽ അങ്ങ് സീൽ ചെയ്ത് വെച്ചെന്നിരിക്കട്ടെ. സീൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഇതിന്റെ മുകളിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഇതിലേക്ക് എന്ത് ചെയ്യും? ഡിസോൾവ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ആ പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? ഡിസൊല്യൂഷൻ. ഒരു ഗ്യാസ് ലിക്വിഡിലേക്ക് കയറുന്ന പ്രോസസ്സിനെയും സൊല്യൂഷൻ ഉണ്ടാകുന്ന പ്രോസസ്സിനെയൊക്കെ പറയുന്ന പേര് ഡിസൊല്യൂഷൻ. ഇനി നമ്മൾ ഈ ബോട്ടിൽ കുറച്ചേരം മാറ്റി വെച്ച് കഴിഞ്ഞാൽ, പിന്നെ അവിടെ ഒരു ടെൻഡൻസി ഉണ്ടാവും. എന്ത്? കുറച്ചേരം മാറ്റി വെച്ച് കഴിഞ്ഞാൽ
ആ അടക്കുന്ന പ്രഷർ പിന്നീട് അവിടെ കിട്ടണമെന്നില്ല. അപ്പൊ കുറച്ച് ഒരു ടെൻഡൻസി അവിടെ ഉണ്ടാവും. എന്ത്, ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ലേ, ഓയിൽ ഇങ്ങനെ നൈസായിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഇവോൾവ് ചെയ്യാൻ നോക്കും. പക്ഷെ അതിന്റെ സ്പീഡ് കുറവായിരിക്കും, ഇവോൾവ് ചെയ്യാൻ നോക്കും. പക്ഷെ പുറത്തേക്ക് പോകാൻ പറ്റൂല. എന്താ കാരണം? പുറത്തേക്ക് ഇവോൾവ് ചെയ്യാൻ പറ്റില്ല, കാരണം ടോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രോസസ്സിന് അവിടെ ചാൻസ് ഉണ്ട്. ഏത്, ആ സൊല്യൂഷന്റെ അകത്ത് ഡിസോൾവ് ചെയ്ത ഗ്യാസ് മോളിക്യൂൾ മെല്ലെ ഇങ്ങനെ ഇവോൾവ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവിടെ ഒരു എവല്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനും കൂടെ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇത് ടോപ്പ് ചെയ്ത് നമ്മൾ ആരും അനക്കാണ്ട് വെക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്ത് അതങ്ങനെ സാധാരണ രീതിയിൽ ഇങ്ങനെ ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ ഒരു മാക്സിമം എമൗണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഇതിൽ ഡിസോൾവ് ചെയ്ത രൂപത്തിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെയും ഒരു ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇവിടെയും ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന്റെ കണ്ടീഷൻ എന്താണ്? റേറ്റ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് ഗ്യാസ് അല്ലെ. ആ ഗ്യാസ് എന്തോരം ഡിസോൾവ് ചെയ്യുന്നുണ്ടോ അതേ സ്പീഡിൽ ഇവിടെ എന്ത് സംഭവിക്കണം? റേറ്റ് ഓഫ് എവല്യൂഷൻ സംഭവിക്കണം. ആ സൊല്യൂഷന്റെ അകത്തു നിന്നും ഗ്യാസ് ഇവോൾവ് ചെയ്യുന്നതും ആ സൊല്യൂഷന്റെ അകത്തേക്ക് ഡിസോൾവ് ചെയ്യുന്നതും തമ്മിലുള്ള ആ സ്പീഡ് ഈക്വൽ ആകുന്ന സമയത്താണ് അവിടെ ഒരു ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യുക. അപ്പൊ ഇതാണ് ഒരു ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഫിസിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് അത് എന്തുമായിട്ടൊരു ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യാം? കാർബൺ ഡൈ ഓക്സൈഡ് അക്വസുമായിട്ട് ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യാം. എന്താണ് ഈ അക്വസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വെള്ളത്തിൽ കിടക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ അക്വസ് എന്നാ പറയാം. അപ്പൊ പണ്ടത് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആയിരുന്നു, പുറത്തേ അല്ലെ. ഇതിന് പുറത്ത് നിൽക്കുന്നത് ആരാ? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസാ. അത് വെള്ളത്തിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് അക്വസായി മാറും. അപ്പൊ അവിടെ ഒരു ഇക്വിലിബ്രിയം എന്ത് ചെയ്യും? ഡെവലപ്പ് ചെയ്യും. തിരിച്ച് അക്വസും ഗ്യാസും തമ്മിലുള്ള ആ ഒരു രണ്ടിന്റെയും റേറ്റ് ഈക്വൽ ആവുന്ന ഒരു ഇക്വിലിബ്രിയം ഡെവലപ്പ് ചെയ്യും. ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടെ പറയാൻ പറ്റും. ഇവിടെ ഒരു കാര്യം കൂടെ പറയാം, ഒരു ഹെൻറീസ് ലോ ആൻഡ് സൊല്യൂബിലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പറയാൻ പറ്റും. ഈ ഒരു കേസിൽ ഹെൻറീസ് ലോയുടെ ബേസിൽ സൊല്യൂബിലിറ്റി പറയാൻ പറ്റും. നമുക്ക് ഇവിടെ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് അല്ലെ. ഹൈ പ്രഷർ, നല്ല പ്രഷറാണ് ഈ ലിക്വിഡിന്റെ മുകളിലുള്ളതെങ്കിൽ നന്നായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് അതിൽ എന്ത് ചെയ്യും? ഡിസോൾവ് ചെയ്യും അല്ലെ. ഇവിടെയുള്ള പ്രഷർ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രഷർ കൂടുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മുകളിൽ കിട്ടുന്ന അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന് കിട്ടുന്ന പ്രഷർ കൂടുതലാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് മാക്സിമം എന്താവും? ഡിസോൾവ് ആവും. നമ്മൾ ഈ ഹൈ പ്രഷറിൽ ടോപ്പ് അടക്കുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡിന് കിട്ടുന്ന പ്രഷർ കൂടുതലാണ്. അതുകൊണ്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് മാക്സിമം വെള്ളത്തിലേക്ക് എന്ത് ചെയ്യുന്നത്? ഡിസോൾവ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ ഈ ടോപ്പ് അങ്ങ് തുറന്നാലോ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ മുകളിൽ കിട്ടുന്ന അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ, ഇവിടെയുള്ള കാർബൺ ഡൈ ഓക്സൈഡിന് കിട്ടുന്ന പ്രഷർ കുറവാണ്. അതുകൊണ്ട് തന്നെ പ്രഷർ കുറയുമ്പോൾ ഇതിൽ ടോപ്പ് തുറക്കുമ്പോൾ ഇങ്ങനെ ആ ഉള്ളിൽ ഡിസോൾവ് ചെയ്ത കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും? ഇവോൾവ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഒരു കാര്യം ക്ലിയർ ആണ്, മാക്സിമം എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ ഒരു ഗ്യാസ് മാക്സിമം എമൗണ്ട് ഓഫ് ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ആവണമെങ്കിൽ ആ ലിക്വിഡിന്റെ മുകളിൽ ആ ഗ്യാസ് നല്ല പ്രഷർ കൊടുത്തിരിക്കണം. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് മാക്സിമം വെള്ളത്തിൽ ഡിസോൾവ് ആവണമെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിന്റെ മുകളിൽ ഒരു പ്രഷർ കൊടുക്കണം. ആ കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിന്റെ മുകളിൽ ഒരു നല്ല പ്രഷർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഹൈ പ്രഷറിൽ എന്ത് ചെയ്യുന്നത്? സീൽ ചെയ്യുന്നത്. അപ്പൊ ഹൈ പ്രഷറിൽ സീൽ ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രഷർ എന്ത് ചെയ്യും? കൂടും. സോ കാർബൺ ഡൈ ഓക്സൈഡ് മാക്സിമം ഡിസോൾവ് ആവും. ആ ഒരു ബന്ധം പറയുന്ന ലോനെ പറയുന്ന പേരാണ് ഹെൻറീസ് ലോ. അപ്പൊ ഹെൻറീസ് ലോ പറയുന്നത് ഇങ്ങനെയാണ്. ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് പഠിച്ചേക്കൂ, അടുത്ത കൊല്ലം കേൾക്കാനുണ്ട്. മാസ് ഓഫ് ഗ്യാസ് ഡിസോൾവ്ഡ് ഇൻ എ ലിക്വിഡ്. ഒരു ലിക്വിഡിൽ ഡിസോൾവ് ആവുന്ന ഗ്യാസിന്റെ മാസ് അല്ലെ. ലിക്വിഡ് ഏതാ? വെള്ളം. അതിൽ ഡിസോൾവ് ആവുന്ന ആരാ? ഗ്യാസ്. ഏതാ ഗ്യാസ്? കാർബൺ ഡൈ ഓക്സൈഡ്. സോ മാസ് ഓഫ് ഗ്യാസ് ഡിസോൾവ്ഡ് ഇൻ എ ലിക്വിഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അല്ലേ. എടാ, കൂടുതൽ ഡിസോൾവ് ആവണമെങ്കിൽ കൂടുതൽ പ്രഷർ കൊടുക്കണം. എപ്പോഴാണ് കൂടുതൽ പ്രഷർ ഉണ്ടാവുക? ഹൈ പ്രഷറിൽ ടോപ്പ് ചെയ്യുമ്പോൾ. എപ്പോഴാണ് പ്രഷർ കുറയുക? നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ. റെഡി? അപ്പോൾ മാസ് ഓഫ് ഗ്യാസ് ഡിസോൾവ്ഡ് ഇൻ എ ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അല്ലേ. ഈ ഡിസോൾവ് ആവുന്നത് എന്തിനാണ് പ്രൊപ്പോർഷണൽ ആവുന്നത്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പറയടാ. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ എബോവ് ദി ഗ്യാസ്. പ്രഷർ എബോവ് ദി പ്രഷർ ഓഫ് ഗ്യാസ് എബോവ് ലിക്വിഡ്. അങ്ങനെ ആയിക്കോട്ടെ. പ്രഷർ ഓഫ് ഗ്യാസ്, ആ ഗ്യാസിന്റെ പ്രഷർ എവിടെ? ആ ലിക്വിഡിന്റെ മുകളിലോ ആണോ? പ്രഷർ ഓഫ് ഗ്യാസ് എബോവ് ദി ലിക്വിഡ്. അപ്പോൾ ലിക്വിഡിന്റെ മുകളിൽ ഒരു ഗ്യാസ് നല്ലോണം പ്രഷർ കൊടുക്കുകയാണെങ്കിൽ ആ ഗ്യാസ് മാക്സിമം ഡിസോൾവ് ആവും. സോ മാസ് ഓഫ് ഗ്യാസ് ഡിസോൾവ്ഡ് ഇൻ എ ലിക്വിഡ്, ഒരു ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്ന ഗ്യാസിന്റെ മാസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്താണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ? ഒന്ന് ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റത് ഇൻക്രീസ് ചെയ്യാം. എന്താണ് ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നത്? മാസ് ഓഫ് ഗ്യാസ് ഡിസോൾവ്ഡ് ഇൻ എ ലിക്വിഡ്. അത് കൂടണമെങ്കിൽ
പ്രഷർ ഓഫ് ഗ്യാസ് എബോ ദി ലിക്വിഡ് കൂടണം. ഗ്യാസിന്റെ മുകളിലുള്ള ലിക്വിഡിന്റെ മുകളിലുള്ള ഗ്യാസിന്റെ പ്രഷർ കൂടണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. പിന്നെ നമുക്കൊരു കാര്യം കൂടെ പറയാൻ പറ്റും. എന്ത്? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസസ്, അപ്പോൾ ആരോ ഇൻഡിക്കേറ്റ്സ് ഇൻക്രീസസ്. ടെമ്പറേച്ചർ ഇവിടെ കൂടിക്കഴിഞ്ഞാൽ റേറ്റ് ഓഫ് എവല്യൂഷൻ കൂടും അല്ലേ? കൂടില്ലടാ, അത് കൂടും, അത് ഉറപ്പല്ലേ? നമ്മൾ ഈ ബോട്ടിൽ തുറന്നു വെച്ചിട്ട് അടിഭാഗം ഒന്ന് ചൂടാക്കുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്? ഗ്യാസിന് ഇവോൾവ് ചെയ്യാനുള്ള ടെൻഡൻസി, നോർമലി ഇതിനേക്കാളും ഇവോൾവ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഈ എൻട്രീസിലും അടുത്ത കൊല്ലം കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടും പഠിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് പ്രധാനപ്പെട്ട 5 ഫിസിക്കൽ ഇക്വിലിബ്രിയം. ഏതൊക്കെയായിരുന്നു? ഒരു സോളിഡും ലിക്വിഡും തമ്മിലുള്ളത്, ഒരു ലിക്വിഡും ഗ്യാസും തമ്മിലുള്ളത്, ഒരു സോളിഡും ഗ്യാസും തമ്മിലുള്ളത്, പിന്നെ ഒരു സൊല്യൂഷന്റെ കേസ്, സോളബിൾ ആവുന്ന കേസ്, ഒരു സോളിഡ് ലിക്വിഡിൽ സോൾബിൾ ആവുന്ന കേസും ഒരു ഗ്യാസ് ലിക്വിഡിൽ സോൾബിൾ ആവുന്ന കേസും. അവിടെ എങ്ങനെയാണ് ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് വിത്ത് എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വലിയ ഇമ്പോർട്ടന്റ് ഉള്ള സെക്ഷൻ ഒന്നല്ല, കാരണം ഇതിനേക്കാൾ ഇമ്പോർട്ടൻസ് ഉള്ള വേറെ സെക്ഷൻ ഈ ചാപ്റ്ററിൽ നല്ല സെക്ഷൻസ് വരുന്നുണ്ട്. എന്നാലും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കേട്ടേക്കോ. ഒരു ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ഏരിയ ഒന്നല്ല, ചെറിയൊരു തിയറട്ടിക്കൽ സെക്ഷൻ, ന്യൂമറിക്കൽ ആയിട്ടുള്ള ഭാഗങ്ങളൊന്നുമില്ല. ഓക്കെ, എനിക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ പറയാനുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്യാരക്ടേഴ്സ് പറയാനുണ്ട്. ഫിസിക്കൽ ഇക്വിലിബ്രിയത്തിന്റെ കുറച്ച് ക്യാരക്ടേഴ്സ്. ഇപ്പൊ നമ്മൾ കുറെ 5 ഫിസിക്കൽ ഇക്വിലിബ്രിയം കണ്ടല്ലോ, അതിന്റെ കുറച്ച് ക്യാരക്ടേഴ്സ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഓക്കെ, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് ഫിസിക്കൽ ഇക്വിലിബ്രിയം. മക്കളെ, ഈ ഫിസിക്കൽ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഒരു ഇക്വിലിബ്രിയം, ഫിസിക്കൽ ഇക്വിലിബ്രിയം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ആ സിസ്റ്റം ക്ലോസ്ഡ് സിസ്റ്റം ആയിരിക്കണം. നമ്മൾ ആ എക്സ്പെരിമെന്റൽ കണ്ടീഷൻ എടുക്കുന്നത് ഇറ്റ് ഷുഡ് ബി എ ക്ലോസ്ഡ് വൺ. ക്ലോസ്ഡ് ആയിരിക്കണം. കാരണം ഗ്യാസ് ഒക്കെ ഇൻവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഗ്യാസ് ഒക്കെ എസ്കേപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരിക്കലും അവിടെ ഇക്വിലിബ്രിയം ഉണ്ടാവില്ല. ഓക്കെ, സോ always occur in closed system. Always occur in closed system. Ready? അടുത്തത് rate of opposing reaction will be same. എന്താ മക്കളെ, നമ്മൾ എല്ലാ കേസിലും ഓപ്പോസിംഗ് റിയാക്ഷൻ കണ്ടു, ഒരു ഫോർവേഡും ഒരു ബാക്ക്വേർഡും കണ്ടിട്ടുണ്ടായിരുന്നു. ആ രണ്ടിന്റെയും റേറ്റ് ഈക്വൽ ആകുമ്പോൾ മാത്രമാണ് അതെന്താവുന്നത്? ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്. ഓക്കെ, അടുത്തത് മെഷറബിൾ പ്രോപ്പർട്ടീസ് will not change. അല്ലേ? നമ്മൾ കണ്ടു, മെഷർ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടീസ് ഒന്നും ഇക്വിലിബ്രിയം എത്തിക്കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യില്ല? ചേഞ്ച് ചെയ്യില്ല. ഓക്കെ, പിന്നീട് നമുക്ക് പറയാൻ പറ്റാം ഡൈനാമിക് ഇൻ നേച്ചർ. ഫിസിക്കൽ ഇക്വിലിബ്രിയം ഡൈനാമിക് ഇൻ നേച്ചർ ആണ്. എന്താ ഈ ഡൈനാമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്റ്റാറ്റിക് അല്ല. ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഒരു നിശ്ചലമായ അവസ്ഥയല്ല, ആണോ? സംഗതി പ്രോപ്പർട്ടീസ് ഒന്നും മാറുന്നില്ലെങ്കിൽ പോലും ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു നിശ്ചലമായ അവസ്ഥയേ അല്ല. ഇക്വിലിബ്രിയം എന്ന് പറയുന്ന അവസ്ഥയിൽ അടിപൊളിയായിട്ട് റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും നടക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ രണ്ടിന്റെയും റേറ്റ് ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്കൊരു ചേഞ്ച് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യുന്നതാണ്. അപ്പൊ ഡൈനാമിക് ആണ്. ഡൈനാമിക് മീൻസ് മൂവിങ് ആണെന്നർത്ഥം. ഇറ്റ്സ് നോട്ട് സ്റ്റാറ്റിക്, റെസ്റ്റിലല്ല. ഡൈനാമിക് ഇൻ നേച്ചർ, അതായത് ഡൈനാമിക് ഇൻ നേച്ചർ മീൻസ് ഓൾവേസ് റിയാക്ഷൻ പ്രൊസീഡിങ് മൈക്രോസ്കോപ്പിക് ലെവൽ. റിയാക്ഷൻ മൈക്രോസ്കോപ്പിക് ലെവലിൽ പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതിലൊരു മാറ്റമില്ല കേട്ടോ. മൈക്രോസ്കോപ്പിക് ലെവലിൽ അടിപൊളിയായിട്ട് റിയാക്ഷൻ നടക്കുന്നുണ്ട്. മാക്രോസ്കോപ്പിക് ലെവലില്, ഒരു ഹോൾ ലെവലിൽ നോക്കുന്ന സമയത്ത് ചേഞ്ച് ഫീൽ ചെയ്യില്ല. അതിന്റെ കാരണം എന്താ? റേറ്റ് ഈക്വൽ ആവുന്നതാണ്. ഓക്കെ, അടുത്തത് എമൗണ്ട് ഓഫ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് പ്രോപ്പർട്ടീസ് ഡിറ്റർമിൻ
ദ എക്സ്റ്റെന്റ് ഓഫ് റിയാക്ഷൻ. അതെന്താ അങ്ങനെ ഒരു സാധനം? അതായത് ആ പ്രോപ്പർട്ടിയുടെ എമൗണ്ട് ആണ് നമുക്ക് ആ റിയാക്ഷൻ എന്തോരമായി എന്ന് തെളിയിച്ചു തരിക. റൈറ്റ്. അതായത് ഇപ്പോ നമ്മളൊരു റിയാക്ഷൻ തുടങ്ങുകയാണ്, ഒരു റിയാക്ഷൻ എന്ത് ചെയ്യാണ്, തുടങ്ങുകയാണ്. അപ്പൊ ഷുഗർ ഞാൻ വെള്ളത്തിലേക്ക് ഇടുകയാണ്. ഓക്കെ. അപ്പൊ വെള്ളത്തിന്റെ അകത്തുള്ള ഷുഗറിന്റെ എമൗണ്ട് വളരെ കുറവാണ് എങ്കിൽ ഇനിയും ഒരുപാട് സമയമെടുക്കും എന്താവാൻ, ഇക്വിലിബ്രിയം ആവാൻ. എപ്പോഴാണോ ഇക്വിലിബ്രിയം ആവുക? ആ വെള്ളത്തിന്റെ അകത്ത് മാക്സിമം ഷുഗർ ഡിസോർഡ് ആവണം. ഒരു ഏകദേശം സാച്ചുറേറ്റഡിലേക്ക് ആവുമ്പോഴേ അത് ഇക്വിലിബ്രിയം ആവുകയുള്ളൂ. ആണോ? അപ്പൊ നമുക്ക് അതിന്റെ അകത്തുള്ള ആളുകളുടെ പ്രോപ്പർട്ടീസ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ വെള്ളത്തിന്റെ അകത്തുള്ള, നമ്മളിപ്പോ ഒരു ഡിസൊല്യൂഷൻ ഇക്വിലിബ്രിയം ആണ്, വെള്ളത്തിന്റെ അകത്തൊരു ഷുഗർ ഡിസോൾവ് ചെയ്യുന്ന കേസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. വെള്ളത്തിന്റെ അകത്തുള്ള ഷുഗറിന്റെ എമൗണ്ട് കുറവാണ്. അപ്പൊ എമൗണ്ട് ഓഫ് പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടിയുടെ എമൗണ്ട് ഞാൻ നോക്കിയ സമയത്ത് അത് കുറവാണ് എങ്കിൽ റിയാക്ഷൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. എക്സ്റ്റെന്റ് മീൻസ് എവിടെ വരെ എത്തി എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ആ റിയാക്ഷൻ ജസ്റ്റ് എന്ത് ചെയ്തിട്ടുള്ളൂ, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇനിയും ഒരുപാട് സമയം എടുക്കും ഇക്വിലിബ്രിയം എത്താൻ എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. എന്നാ ഞാൻ നോക്കുന്ന സമയത്ത് ഷുഗർ വെള്ളത്തിൽ ഒരുപാട് ഉണ്ടെങ്കിൽ, മാക്സിമം വെള്ളത്തിൽ ഷുഗർ ഡിസോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അത് ഇപ്പോ അത് എന്തായി മാറാനുള്ള ചാൻസ് ഉണ്ട്. എക്സ്റ്റെന്റ് കൂടുതലാണ്, പ്രോപ്പർട്ടി അഥവാ ആ വാല്യൂ എമൗണ്ട് ഒരുപാട് കൂടുതലാണ് എങ്കിൽ അത് വളരെ പെട്ടെന്ന് ഇക്വിലിബ്രിയം എത്തുന്നു പറയാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു പ്രോപ്പർട്ടി ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അപ്പൊ ഇത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായിക്കോളുന്നില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് യുവർ ഫിസിക്കൽ ഇക്വിലിബ്രിയം. മൂവിങ് ടു ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് വൺ, കെമിക്കൽ ഇക്വിലിബ്രിയം. ഓക്കെ.